ബിഗ് ബോസ് സീസൺ 6 മലയാളിയുടെ മനസ്സിൽ ഇടം പിടിച്ച താരമാണ് അർജുൻ ശ്യാം. ഷോയിൽ 2ാം സ്ഥാനം നേടാൻ അർജുന് സാധിച്ചു. ഇതിലൂടെ തന്നെ സിനിമയിലേക്കുള്ള അവസരവും അർജുൻ ലഭിച്ചു. ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന മോഹൻലാൽ ചിത്രത്തിലൂടെയാണ് അർജുൻ സിനിമയിലേക്ക് അരങ്ങേറ്റം കുറിക്കുക. ബിഗ് ബോസിൽ അർജുനോടൊപ്പം തന്നെ ചർച്ച ചെയ്യപ്പെട്ട പേരാണ് ശ്രീധുവിന്റേത്. ശ്രീജുൻ എന്ന പേരിലാണ് ഈ കോംബോ പുറത്ത് ആരാധകർ ആഘോഷിച്ചത്. കോംബോ ആഘോഷിക്കുന്നതോടൊപ്പം തന്നെ ചില വിമർശനങ്ങളും ഈ കോംബോക്കെതിരെ ഉണ്ടായിരുന്നു. ബിഗ് ബോസ് ഹൗസിൽ നിലനിൽക്കാൻ ഇവർ രണ്ടുപേരും കാണിച്ചു കൂട്ടിയ തന്ത്രം എന്നായിരുന്നു ചിലർ പറഞ്ഞത്. ഗലാട്ട തമിഴ് എന്ന യൂട്യൂബ് ചാനലിന് കൊടുത്ത ഇന്റർവ്യൂവിൽ അർജുൻ ഈ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കുന്നുണ്ട്. ബിഗ് ബോസിന് ശേഷം ഞാനൊരു നല്ല മനുഷ്യനായി എന്ന തോന്നലുണ്ട്. അവിടെ നടന്നത് ഒരു ക്ലൻസിംഗ് ആയിരുന്നു. ബിഗ് ബോസിന് ശേഷം നമ്മൾ എവിടെ ചെന്നാലും സർവൈവ് ചെയ്യും. ബിഗ് ബോസ് ഹൗസിൽ ഏറ്റവും വിഷമിപ്പിച്ച നിമിഷം സിജോയുടെയും ശ്രീധുവിന്റെയും എവിക്ഷൻ ആയിരുന്നു. ശ്രീധു ടോപ്പ് 5-ൽ എന്റെ കൂടെ ഉണ്ടാകുമെന്നായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചത്. എന്റെ ഉയർച്ച താഴ്ചയിൽ ഒപ്പം നിന്ന ആളാണ് ശ്രീധു. അവളെ ഞാൻ ഡേറ്റ് ചെയ്യുന്നൊന്നുമില്ല, ഞങ്ങൾ തമ്മിൽ നല്ല സുഹൃത്തുക്കളാണ്. ശ്രീജുൻ എന്ന പേര് പുറത്തെ ചർച്ചയായെന്ന് വൈൽഡ് കാർഡ് വന്നപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. കണ്ടന്റിന് വേണ്ടിയായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ആദ്യ ദിവസങ്ങളിൽ തന്നെ കൂട്ടാകാമായിരുന്നു. പക്ഷെ വളരെ സ്വാഭാവികമായി സംഭവിച്ചൊരു കൂട്ടുകെട്ടായിരുന്നു അത്. ശ്രീധു നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളാണ്. എന്നെക്കുറിച്ച് ആരെന്ത് കുറ്റം പറഞ്ഞാലും അത് അവൾ ആരോടും പറഞ്ഞു നടക്കില്ല. അവൾ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം അവൾ സംസാരിക്കുമ്പോൾ ആടിക്കൊണ്ടിരിക്കുന്നതാണ്. അത് ക്യൂട്ടാണ്, പക്ഷെ അത് മാറ്റണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. പലതവണ ഞാൻ ബിഗ് ബോസിലേക്ക് അപേക്ഷിച്ചിരുന്നു. ഒടുവിലാണ് എനിക്ക് കിട്ടിയത്. ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി എത്ര വേണമെങ്കിലും കഷ്ടപ്പെടാൻ ഞാൻ തയ്യാറാണ്. സ്വപ്നങ്ങൾക്ക് പുറകെ പോകുന്ന ഒരാളാണ് ഞാൻ. ഇപ്പൊ ബിഗ് ബോസ് കഴിഞ്ഞു, ഇനി മറ്റൊരു സ്വപ്നമുണ്ട് എനിക്ക്. എന്റെ കൂടെ പങ്കാളിയായി കൂടെ വരുന്ന ആളെയും ഞാൻ കൂടെ ചേർത്ത് നിർത്തും, ഒരു ഘട്ടത്തിലും വിടില്ല എന്നൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ അർജുൻ ഗലാട്ട തമിഴ് എന്ന യൂട്യൂബ് ചാനലിന് കൊടുത്ത ഇന്റർവ്യൂവിൽ വ്യക്തമാക്കുന്നുണ്ട്.